ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACDB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 40-40 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ ചോദ്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണത്? 2025 IQ എയർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന എയർ ക്വാളിറ്റി റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു എന്നുള്ളതാണ്. അല്ലെ, ഈ പറയുന്ന എയർ ക്വാളിറ്റിയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അല്ലെ, ഇന്ത്യയുടെ റാങ്ക് എത്രയായിരിക്കും? ഈ എയർ ക്വാളിറ്റിയിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 6ാം സ്ഥാനത്താണ്. മുഴുവൻ 143 രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടായിരുന്നത്. 143 രാജ്യങ്ങളിൽ 6ാം സ്ഥാനത്താണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും മലിനമായിട്ടുണ്ടായിരുന്നത്, അല്ലെ, ഇന്ത്യയിൽ ഏറ്റവും മലിനമായ നഗരം എന്ന് പറയുന്നത് ലോണിയാണ്. അല്ലെ, ഏതാണത്? ലോണിയാണ്. ഓക്കെ, ലോണിയാണ്. അത് UP-യിലാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുണ്ടായിരുന്ന ഈ പറഞ്ഞ പാകിസ്ഥാനും ബംഗ്ലാദേശും അതേപോലെ തജിക്കിസ്ഥാനും ഈ പറയുന്ന രാജ്യങ്ങൾ, തജിക്കിസ്ഥാൻ അയൽക്കാരനല്ല, എന്നിരുന്നാലും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തജിക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഏറ്റവും മലിനമായ രാജ്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതുകൂടാതെ തന്നെ ആദ്യത്തെ 10-ൽ തന്നെ ഓക്കെ, ഈ പറയുന്ന ആദ്യത്തെ 10 ഈ പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഈ പറയുന്ന എയർ ക്വാളിറ്റിയിൽ ഏറ്റവും മോശം സ്ഥിതിയുള്ള നഗരങ്ങളെ എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ 10-ൽ തന്നെ നമ്മുടെ ഈ പറയുന്ന ന്യൂഡൽഹി, ഓക്കെ, നമ്മുടെ ന്യൂഡൽഹി, അതേപോലെ തന്നെ ഗാസിയാബാദ്, ഓക്കെ, ഗാസിയാബാദ്, അതേപോലെ തന്നെ ഉല എന്നീ പറയുന്ന സ്ഥലങ്ങൾ നമുക്ക് എത്തിപ്പറ്റും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ. ബെണ്ണിഹട്ടൊക്കെ ഉണ്ട്, ബെണ്ണിഹട്ടൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ ഇതിന്റെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 6 എന്ത് ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2026 മാർച്ചില് കേരളത്തിലെ 2000 വർഷം പഴക്കമുള്ള മഹാശിലാ കാലഘട്ടത്തിലെ ചെങ്കല്ലറ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളതാണ്. അതായത് പഴയ കാലങ്ങളിൽ മഹാശിലാ കാലഘട്ടം, അതായത് നമ്മൾ മെഗാലിത്തിക് ഏജ് എന്ന് പറയും, അല്ലെ, മെഗാലിത്തിക് ഏജ് എന്ന് പറയും. അതായത് ഒന്നുമില്ല, ഈ പറയുന്ന വലിയ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സമയമാണ് മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. പഴയകാല അയൺ ഏജിൽ, ഓക്കെ, അയൺ ഏജ് സമയങ്ങളിൽ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആളുകളെ അടക്കം ചെയ്തിരുന്നത് പ്രധാനമായിട്ടും ദ്രാവിഡ സംസ്കാരങ്ങളിൽ ആളുകളെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്ന സംവിധാനമാണ് ഈ പറഞ്ഞ ചെങ്കല്ലറ എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. പനയാലാണ് കേട്ടോ. എവിടെയാണത്? പനയാലാണ് കേട്ടോ. പനയാലെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ വട്ടക്കല്ലുകൾ എന്ന് പറയുന്ന സംഭവിക്കണം, വട്ടക്കല്ലുകൾ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അതൊക്കെ ഈ പറയുന്ന രീതിയിൽ കാണപ്പെടുന്നത് തൃശ്ശൂരൊക്കെയാണ്. ഏറ്റവും കൂടുതൽ തൃശ്ശൂരൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2026 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കാണെന്നുള്ളതാണ്. 2026 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കാണെന്നുള്ളതാണ്, അല്ലെ, വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കാണെന്നുള്ളതാണ്. ആർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഹൂബ് ലെലിഫെൽഡിനാണ്. ഹൂബ് ലെലിഫെൽഡിനാണ് എന്ത് ചെയ്യുന്നത് 2026 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആരാണ്? ഹൂബ് ലെലിഫെൽഡ് എന്നുള്ളതാണ്. ഓക്കെ, ലെലിഫെൽഡ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. ഹൂബ് ലെലിഫെൽഡിനാണ് എന്ത് ചെയ്യുന്നത് വേൾഡ് ഫുഡ് പ്രൈസ് എന്ത് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അല്ലെ, എന്താണത്? ഇന്ത്യയിലെ ആദ്യത്തെ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ്. അപ്പൊ എന്താണ് ഈ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നുള്ളതാണ്. ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? ഏത് പേരിലായിരിക്കാം? ഈ പറയുന്ന മസ്തിഷ്ക ഘടനയെ കുറിച്ചും മാനസിക വൈകല്യങ്ങളെ കുറിച്ചും എന്താണ് ഒരു രാജ്യത്തെ തന്നെ ആദ്യത്തെ ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് ആണ് അതിന്റെ പേര്. അതിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ കാം ബ്രെയിൻ എന്നുള്ളതാണ്. കാം ബ്രെയിൻ, CALM, കാം ബ്രെയിൻ എന്നുള്ളതാണ്. ഓക്കെ, വളരെ എന്താണ് കാമായിട്ടിരിക്കുന്ന, അല്ലെ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ബ്രെയിൻ എന്നൊക്കെ ആലോചിച്ചാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ പറയുന്ന ലോക മാനസികാരോഗ്യ ദിനം, ലോക മാനസികാരോഗ്യ ദിനം, ലോക മാനസിക ആരോഗ്യ ദിനമെന്ന് പറയുന്നത് ഏത് ദിവസമാണെന്ന് അറിയാമോ? ഏത് ദിവസം അറിയാം? ഒക്ടോബർ 10 ആട്ടോ. ഒക്ടോബർ 10 ഈ പറയുന്ന ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമെന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കുക. 2026 മാർച്ചില് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ അധ്യക്ഷയായിട്ട് നിയമിതയായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. അല്ലെ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ അധ്യക്ഷയായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആരാണെന്നുള്ളത്, അല്ലെ. എന്താണത്? ഈ പറയുന്ന സ്വാതി നിരഞ്ജൻ ജ്യോതി എന്നുള്ള, സ്വാതി നിരഞ്ജൻ ജ്യോതി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവരുടെ പേരെന്ന് പറയുന്നത്. സ്വാതി നിരഞ്ജൻ ജ്യോതി, സ്വാതി നിരഞ്ജൻ ജ്യോതി എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഒരുപാട് സ്വാധീനമുള്ള ആളുകൾ എന്ന് ഓർത്താൽ ഒരുപാട് സ്വാധീനമുള്ള ആളുകളായിരിക്കും പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട കമ്മീഷന്റെ ഒക്കെ ഭരണതലപ്പത്തേക്ക് എത്തുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കുക. സ്വാധീനമുള്ള ആള് അപ്പൊ സ്വാതി നിരഞ്ജനാണ് എന്ത് ചെയ്യുക, സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് എന്ത് ചെയ്യുന്നത് ഉത്തരമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം
ക്ലാസ്സിൽ പറഞ്ഞതുമാണ് 102ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം അല്ലെ 2018 102ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ത് ചെയ്യുന്നത് വരുന്നതെന്നുള്ളതാണ്. 1993 മറ്റും ഉണ്ടായിരുന്ന NCBC അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ത് ചെയ്യുന്നത് എടുത്തു കളഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 338 ക്ലോസ് ബിക്കകത്ത് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ NCBC അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ബാക്ക്വേർഡ് ക്ലാസിന്റെ ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത് എന്നുള്ളതാണ്. അപ്പം ആരാണ് ഈ പറയുന്ന NCBCയുടെ അധ്യക്ഷയായിട്ട് നിയമിതയാരെന്ന് ചോദിച്ചാൽ ആരാണത്? അത് ഈ പറഞ്ഞ സ്വാധീനമുള്ള ആൾ, അതായത് സ്വാതി നിരഞ്ജൻ ജ്യോതി ആണ്. ഓക്കെ അല്ലേ? അടുത്തത് 2025 35ാമത് സരസ്വതി സമ്മാൻ നേടിയിട്ടുണ്ടായിരുന്ന ബംഗാളി സാഹിത്യകാരൻ ആരാണെന്നുള്ളത് അല്ലെ, ബംഗാളി സാഹിത്യകാരൻ ആരാണെന്നുള്ളതായിരുന്നു എന്ത് ചെയ്യുന്നത് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അല്ലെ. വിടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ആരായിരിക്കും വരിക? അതാരായിരിക്കാൻ വരിക? നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് രാംകുമാർ മുഖോപാധ്യായ എന്നുള്ളതാണ് അല്ലെ. രാംകുമാർ മുഖോപാധ്യായ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 91ലാണ്. ഓക്കെ, 1991 മുതലാണ് ഈ പറയുന്ന KK ബിർള ഫൗണ്ടേഷൻ ആണ് ഈ പറയുന്ന അവാർഡ് എന്ത് ചെയ്യുന്നത് കൊടുത്തു വരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 8ാമത്തെ ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂൾ പ്രതിപാദിച്ചിരിക്കുന്ന എന്താണ് ഭാഷകളിൽ എഴുതിയിട്ടുണ്ടായിരുന്ന കൃതികൾക്കാണ് പൊതുവെ എന്ത് നൽകി കൊടുക്കുന്നത് അല്ലെ എന്ത് നൽകുന്നത് ഈ പറയുന്ന സരസ്വതി സമ്മാനം എന്ത് ചെയ്യുന്നത് നൽകുന്നത് സരസ്വതി സമ്മാനം അല്ലെ സരസ്വതി സമ്മാനം എന്ത് ചെയ്യുന്നത് നൽകുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ രാംകുമാർ മുഖോപാധ്യായക്ക് സരസ്വതി സമ്മാനം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമൻ ആരെ കുറിച്ച് കഥ എഴുതുന്നു? ഈ പറയുന്ന ശിവനെ കുറിച്ച് കഥ എഴുതുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹര പാർവതി ഹര പാർവതി കഥ എന്നുള്ളതാണ് കേട്ടോ. ഹര പാർവതി കഥ എന്നുള്ളതാണ് അതിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്ക്, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഏത് മണ്ഡലത്തിൽ നിന്നാണെന്നുള്ളതാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ഏപ്രിൽ 9 കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ പറയുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ്? അത് കൊടുവള്ളിയിലാണ്. 13 സ്ഥാനാർത്ഥികളാണുള്ളത് അല്ലെ. 13 സ്ഥാനാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത് എന്നുള്ളതാണ്. 13 സ്ഥാനാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത് മത്സരിക്കുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ നോക്കിയാണ് 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അല്ലെ. 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിലേക്ക് 890 സ്ഥാനാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത് മത്സരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന വോട്ടർമാരുടെ എണ്ണം ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു പഠിച്ചു വെക്കേണ്ടതായിരുന്നു. ഈ പറയുന്ന 10 അല്ലല്ലോ ഈ പറയുന്ന 27 കോടി അടുപ്പിച്ച് അല്ല അതിനപ്പുറത്തേക്ക് വന്നാലേ ഉള്ളൂ. ഓക്കെ, അതിനപ്പുറത്തേക്കാണ് വോട്ടർമാർ എണ്ണം എന്ന് പറയുന്നത്. പക്ഷെ എണ്ണം ഒന്നും ചോദിക്കാൻ വകയില്ല. എന്നിരുന്നാലും 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്നും ഈ പറയുന്ന 890 വരുന്ന എന്താണ് ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നുള്ള കാര്യം കൊണ്ട് എന്ത് ചെയ്യുക ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം പറയുന്നത് കൊടുവള്ളിയാണ് കേട്ടോ. കൊടുവള്ളിയാണ്. 13 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അടുത്തത് സ്കൂൾ സുരക്ഷാ മാനുവൽ 2026 പ്രധാനമായിട്ടും മുൻഗണന നൽകിയ വിഷയം ഏതാണ് എന്നുള്ളതാണ് അല്ലെ. പറയുന്ന സ്കൂൾ സുരക്ഷാ മാനുവൽ 2026 പ്രധാനമായിട്ടും മുൻഗണന നൽകിയിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഏതൊക്കെയായിരിക്കാം? പ്രധാനമായിട്ട് സ്കൂളുകൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വരുമായിരിക്കും? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും അത് കൂടാതെ തന്നെ എന്താണത് ഈ പറയുന്ന സൈബർ സുരക്ഷയും എന്നുള്ളത് അല്ലെ. ഈ പറയുന്ന സൈബർ സുരക്ഷ ഈ പറയുന്ന സൈബർ അറ്റാക്സ് ഒക്കെ കുട്ടികൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെന്ത് ചെയ്യുക കുറയ്ക്കുക. അപ്പൊ ഓർത്തിരിക്കുക ഈ പറയുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനവും സൈബർ സുരക്ഷയുമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അത് കൂടാതെ തന്നെ ഈ സ്കൂളുകളുടെ കെട്ടിടങ്ങളുടെ ഒക്കെ എന്ത് ചെയ്യുക പറയുന്ന ഫിറ്റ്നസ് അല്ലെ ഫിറ്റ്നസ് ഉറപ്പാക്കുക. പാമ്പ് ശൈലി ഈ പറയുന്ന പാമ്പ് ശൈലിയൊക്കെ പണ്ടുണ്ട്. അത് പാമ്പ് ശൈലിയൊക്കെ എന്ത് ചെയ്യുക ഈ പറയുന്ന ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്. അതേപോലെ കുടിവെള്ളം ശുചീകരണമൊക്കെ എന്ത് ചെയ്യുക പൊതുവെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പൊക്കെ എന്ത് ചെയ്യുക അത് സെറ്റാക്കി നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ലഹരി വിരുദ്ധ പ്രവർത്തനവും സൈബർ സുരക്ഷയുമാണ്. ഓക്കെ അല്ലെ. അടുത്തത് മോർണിംഗ് കൺസൾട്ടന്റ് സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാവ് ആരാണെന്നുള്ളതാണ്. മോർണിംഗ് സർവേ പ്രധാനമായിട്ടും ഈ പറയുന്ന മോർണിംഗ് സർവേ നടത്തിയിട്ടുണ്ടായിരുന്ന ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് സർവേയിൽ ഏകദേശം 68% എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ റേറ്റിംഗ് കൊടുത്ത് കൂടി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന നരേന്ദ്രമോദിക്കാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായിട്ട് എന്ത് ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. ഏറ്റവും ജനപ്രീതിയുള്ള എന്താണ് ഈ പറഞ്ഞ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആരാണത്? നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ അല്ലെ. അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് വേൾഡ് യൂത്ത് പാർലമെന്റിലെ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട സിക്കിമിലെ യുവ നേതാവ് ആരാണെന്നുള്ളത്.
സിക്കിമിലെ യുവ നേതാവ് ആരായിരിക്കാം സിക്കിമിലെ യുവ നേതാവ് എന്ന് പറയുന്നത് അല്ലെ ഈ പറയുന്ന പാർലമെന്റിലേക്ക് ഈ പറയുന്നതാണ് സിക്കിം എന്നൊരാൾ വരുന്നത് സിക്കിം സ അപ്പോ സായോട് ചേർന്നിരിക്കുന്ന ആളാരാണ് സ്തുതി ഓക്കെ എന്താണ് സ്തുതി പ്രധാൻ അല്ലെ സ്തുതി പ്രധാൻ എന്നുള്ളതാണ് ഓക്കെ അല്ലേ പിടികിട്ടുന്നുണ്ടോ ഓക്കെ നമ്മൾ ഈ പറഞ്ഞ പ്രധാനി എന്ന് പറയത്തില്ല നമ്മുടെ സ്ഥലത്തെ പ്രധാനികൾ എന്ന് പറയാറില്ലേ അപ്പോൾ ഓർത്തിരിക്കുക സിക്കിമിലെ പ്രധാനിയാണ് ആരെന്ന് പറയുന്നത് സ്തുതി പ്രധാൻ എന്ന് പറയുന്നത് സ്തുതി പ്രധാൻ എന്ന് പറയുന്നത് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസംഖ്യയൊക്കെ എന്താണ് വളരെ കുറഞ്ഞിട്ടുണ്ടായ സംസ്ഥാനവും കൂടിയാണ് എന്ന് പറയുന്നത് സിക്കിം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന പൂർണ്ണമായിട്ടും ജൈവ കൃഷി 100% ഓർഗാനിക് ഫാമിംഗ് നടപ്പിലാക്കിയിട്ടുണ്ടായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കൂടിയാണ് ഈ പറയുന്ന സിക്കിം എന്ന് പറയുന്നത് അല്ലെ അതേപോലെ തന്നെ ഇവിടെ പ്രേം സിംഗ് ആണ് എന്ത് പറയുന്നത് പ്രേം സിംഗ് ആണ് അവിടുത്തെ മുഖ്യമന്ത്രി ഓക്കെ അല്ലേ അടുത്ത നമുക്ക് നോക്കാം അടുത്തത് 2026 വേൾഡ് പാര അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിലെ 2026 ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ് 2026 നടന്നിട്ടുണ്ടായിരുന്ന വേൾഡ് പാര അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സിലെ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന ആരായിരിക്കാം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് ആരാ വരുന്നത് നമ്മുടെ സ്വന്തം അടുത്തൊരു ചോദ്യം പുതിയ ആദായ നികുതി നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണത്തിനായിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് എന്നുള്ളതാണ് പുതിയ ആദായ നികുതി നിയമത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ക്യാമ്പയിൻ ഏതാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും ക്യാമ്പയിന്റെ പേര് പ്രാരംഭ എന്നുള്ളതാണ് പ്രാരംഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോളിസി റിഫോം ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ ഫോർ വികസിത് ഭാരത് എന്നുള്ളതാണ് അല്ലെ എന്താണ് പോളിസി റിഫോംസ് ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻസ് ഫോർ മിഷൻ വികസിത് ഭാരത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ മുഴുവനായിട്ടുള്ള പൂർണ്ണനാമം എന്ന് പറയുന്നത് അല്ലെ ഈ പറയുന്ന 2025 അതായത് ഇന്ത്യയിലെ പുതിയ ആദായ നികുതി നിയമമായിട്ടുണ്ടായിരുന്ന ഇൻകം ടാക്സ് ആക്ട് ഓഫ് 2025 വ്യവസ്ഥകളെ കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുകയും അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രാരംഭം എന്ന് പറയുന്ന ക്യാമ്പയിനെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്ന ലക്ഷ്യം വെക്കുന്നത് അതാണ് അതേപോലെ തന്നെ പുതിയ ആദായ നികുതി നിയമം എന്ന് പറയുന്നത് അല്ലെ ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന് പറയുന്നത് 2026 ഏപ്രിൽ 1 മുതലായിരിക്കും എന്ത് ചെയ്യുന്നത് രാജ്യത്ത് ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അല്ലെ അടുത്തെന്ന് പറയുന്നത് കലിഞ്ചർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പഴയ കാലം മുതലേ എന്ത് ചെയ്യുന്നത് ഒരു വലിയൊരു കോട്ടയായിട്ട് നിൽക്കുന്ന ഒരു കോട്ടയം കൂടിയാണ് ഈ പറയുന്ന കലിഞ്ചർ കോട്ട എന്ന് പറയുന്നത് വളരെ ഉയരത്തിലാണ് ആ കോട്ട നിൽക്കുന്നത് അപ്പോൾ ഉയരത്തിലുള്ള കോട്ട ഉത്തർപ്രദേശ് കോട്ട എന്ന് കൊടുത്തിരുന്ന കേട്ടോ ഉത്തർപ്രദേശിലാണ് കോട്ടയുള്ളത് കലിഞ്ചർ കോട്ട ഉത്തർപ്രദേശിലാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വിപുലമായ മെട്രോ ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ് അല്ലെ ഇപ്പറ ലോകത്തിൽ തന്നെ ഈ പറയുന്ന ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന രാജ്യം അത് ചൈനയാണ് 2-ാം സ്ഥാനത്ത് USA ആണ് 3-ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ് എന്നുള്ളതാണ് അപ്പൊ ചൈന 1-ാം സ്ഥാനം അമേരിക്ക 2-ാം സ്ഥാനം 3-ാമത് ഇന്ത്യയുടെ മെട്രോ ശൃംഖല ഇപ്പോൾ മൊത്തത്തിൽ 26 നഗരങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ 1995 കിലോമീറ്റർ ദൂരത്തോളം എന്ത് ചെയ്യുന്നു വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അല്ലെ അതേപോലെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ലോകത്തിൽ തന്നെ ആദ്യത്തെ മെട്രോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലണ്ടൻ മെട്രോ ആണ് അല്ലെങ്കിൽ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് നമ്മൾ ദ ട്യൂബ് എന്നൊക്കെ പേരിൽ എന്ത് ചെയ്യും അറിയപ്പെടും എന്നുള്ളത് ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ തുടങ്ങുന്നത് അത് പണ്ട് മുതലേ പറയാറുള്ളതാണ് എവിടെയാണത് അത് കൊൽക്കട്ടയിലാണ് അല്ലെ കൊൽക്കട്ടയിലാണ് എന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ആരാണ് ഈ ശ്രീധരനാണ് അല്ലെ ഓക്കെ ഈ ശ്രീധരനാണ് അടുത്തത് ഗ്രീൻ ബട്ടൺ ക്യാമ്പയിൻ എന്തിനാണ് എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം അല്ലെ ഗ്രീൻ ബട്ടൺ ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഗ്രീൻ ബട്ടൺ ക്യാമ്പയിൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഹരിത പരിസ്ഥിതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെ എന്തിന്റെ ഭാഗമായിട്ടാണത് ഹരിത തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അല്ലെ ഗ്രീൻ ബട്ടൺ ക്യാമ്പയിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഹരിത തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഓക്കെ അല്ലെ അടുത്തത് ദിവ്യാംഗ ശക്തി പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതാണ് ദിവ്യാംഗ ശക്തി പദ്ധതി അതായത് ഈ പറയുന്നതാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് നേടുന്നവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്ന പദ്ധതിയാണ് ദിവ്യാംഗ ശക്തി പദ്ധതി എന്ന് പറയുന്നത് അത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ എന്താണത് ആന്ധ്രാപ്രദേശ് ആണെന്നുള്ള കാര്യം എന്ത് നോട്ട് ചെയ്ത് നോക്കുക ആന്ധ്രാപ്രദേശ് അടുത്തത് 86% സ്കൂളുകളിലെയും പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് അല്ലെ ഈ പറഞ്ഞ 86% സ്കൂളുകളെയും പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട ഏതാണത് അത് മേഘാലയാണ് അല്ലെ ഏതാണത് മേഘാലയാണെന്നുള്ളത് അടുത്തത്
ഇംഗ്ലീഷ് ലീഗ് കപ്പ് 2026 ജേതാക്കളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ഇംഗ്ലീഷ് ലീഗ് കപ്പ് അല്ലെ പറയുന്ന ഇംഗ്ലീഷ് ലീഗ് കപ്പിനകത്ത് ഈ പറയുന്ന 2026 ജേതാക്കളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആണ് കേട്ടോ. ആരാണത്? മാഞ്ചസ്റ്റർ സിറ്റി. ഓക്കെ, എന്താണത്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ പറയുന്ന 9ാമത് കിരീടമാണ് കേട്ടോ. 9ാമത്തെ കിരീടമാണ്. ഓക്കെ അല്ലെ? കിരീടമാണ്. ഓക്കെ അല്ലെ? അടുത്തത് ഹോപ്പ് എന്ന പരിചരണ യൂണിറ്റ് ആരംഭിച്ചത് ഏത് ആശുപത്രിയിലാണ് എന്നുള്ളതാണ്. ഹോപ്പ് അല്ലെ? ഹോപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഏത് ആശുപത്രിയിലായിരിക്കാം? എന്ന പരിചരണ യൂണിറ്റ് ആരംഭിച്ചത് ഏത് ആശുപത്രിയിലായിരിക്കാം? ഈ പറയുന്ന ഹൃദയാഘാതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഹൃദയ പരിചരണ യൂണിറ്റ്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹൃദയ പരിചരണ യൂണിറ്റ് എന്ത് ചെയ്തിരുന്നു? ആ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഹൃദയ പരിചരണത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രത്യേക ഒരു യൂണിറ്റ് തുടങ്ങുക അല്ലെങ്കിൽ പ്രത്യേക ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹോപ്പ് അല്ലെങ്കിൽ ഹൃദയ പരിചരണ യൂണിറ്റ് ആരംഭിച്ച ആശുപത്രി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് അല്ലെ. എന്താണത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഓക്കെ അല്ലെ? അടുത്തത് ഇന്ത്യയിലെ ഡ്രോൺ വികസനത്തിനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയിലെ ഡ്രോൺ വികസനത്തിനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഡ്രോൺ എന്താണ്? പ്രധാനമായിട്ടും ശക്തി കേന്ദ്രങ്ങളാണ്. പൂർത്തിരിക്കുക മിഷൻ ഡ്രോൺ ശക്തി അല്ലെ. മിഷൻ ഡ്രോൺ ശക്തി എന്നുള്ളതാണ്. ആ മിഷന്റെ പേരിനകത്ത് തന്നെയാണ് മിഷൻ ഡ്രോൺ ശക്തി. ഓക്കെ അല്ലെ? അടുത്തത് ടെസ്ല, സ്പേസ് എക്സ് എന്നിവ ചേർന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന AI ചിപ്പ് നിർമ്മാണശാലയുടെ പേരെന്താണ് എന്നുള്ളതാണ്. ടെസ്ല, സ്പേസ് എക്സ് എന്നിവ ചേർന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ചിപ്പ് നിർമ്മാണശാലയുടെ പേരെന്താണെന്നുള്ളതാണ്. അതിന്റെ പേര് ടെറാഫാബ് എന്നുള്ളതാണ് അല്ലെ. ടെറാഫാബ് എന്നുള്ളതാണ്. പ്രതിവർഷം 1 ടെറാവാട്ട് കമ്പ്യൂട്ടർ പവർ ഉൽപ്പാദിപ്പിക്കാനാണ് ഈ പറയുന്ന പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നത്? ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. നിലവിലെ ലോകത്തിലെ എല്ലാ ചിപ്പ് നിർമ്മാതാക്കളും മൊത്തത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ വളരെ വലുതാണ് ഈ പറയുന്ന ഒരു ടെറാഫാബ് എന്ത് ചെയ്യുന്നത്? അവര് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ പറയുന്ന യൂണിറ്റുകളെ കുറിച്ച് പറയുന്ന മെമ്മറിയുടെ യൂണിറ്റുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന KB അല്ലെ ഈ പറയുന്ന KB, അതേപോലെ തന്നെ MB എങ്ങനെയാണ്, GB എങ്ങനെയാണ് വരുന്നത്, TB എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തത് ഭാരത് ഇലക്ട്രിസിറ്റി സബ്മിറ്റിന് 2026 വേദിയായത് എവിടെയാണെന്നുള്ളതാണ്. ഭാരത് ഇലക്ട്രിസിറ്റി സബ്മിറ്റിന് എവിടെയായിരിക്കാം? പുതിയ സബ്മിറ്റ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലെ. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പൊ അടുത്ത വർഷം 2028 ഈ പറയുന്ന ഭാരത് ഇലക്ട്രിസിറ്റി സബ്മിറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തില് ആണ് ആരും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ഗുജറാത്തിൽ ഗാന്ധിനഗറിലാണ്. ഗാന്ധിനഗർ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുത്തൊരു ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം, ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പില് പോൾ വാൾട്ടിൽ എന്ത് ചെയ്യുന്നത്? 4ാം തവണയും കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളത്. പോൾ വോൾട്ട് ഇങ്ങനെ വന്ന് കുത്തിച്ചാടുന്ന പരിപാടിയാണ് ഈ പറയുന്ന പോൾ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ പോൾ വോൾട്ടിന് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം. പോൾ വോൾട്ട് ആണ് എന്താണ് ഈ പറയുന്ന ചോദ്യമെങ്കിൽ ഉത്തരമായിട്ട് വരുന്ന ഒറ്റ പേരെ കാണത്തുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് അർമാൻഡ് ഡുപ്ലാന്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവെ പോൾ വോൾട്ടുമായി ബന്ധപ്പെട്ട എന്താണ് ആനുകാലിക ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. അല്ലെങ്കിൽ ലോക റെക്കോർഡ് തകർത്തിട്ടുണ്ടായിരുന്ന ആരാന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക. ഒരു ഒറ്റ പേരെ ഉള്ളതിന് ഉത്തരമായിട്ട് വരുന്നത് ആ ഒറ്റ പേര് ആരാന്ന് ചോദിച്ചത് അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. അടുത്തത് ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പില് കിരീടം നേടിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പില് കിരീടം നേടിയിട്ടുണ്ടായ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കാം? നമ്മുടെ സ്വന്തം കേരളമാണ് അല്ലെ. നമ്മള് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വെറുതെ വരുമോ? ഇല്ല, നമ്മൾ കപ്പും കൊണ്ടേ വരത്തുള്ളൂ അല്ലെ. അടുത്തത് ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ LDC പരീക്ഷകൾക്ക് വരാൻ പോകുന്ന LDC പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ നമ്മൾ LDCക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും താഴെ കമന്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തൊട്ട് താഴെപ്പെടുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിന്റെ മുഴുവൻ വിവരങ്ങൾ എന്ത് അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് എന്താ ചോദ്യങ്ങളിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കയറ്റുമതിക്കാരെ പിന്തുണയ്ക്കാൻ ആരംഭിച്ച റിലീഫ് പദ്ധതി എന്തിന്റെ ചുരുക്കപ്പേരാണെന്നുള്ളതാണ്. റിലീഫ് പദ്ധതി. റിലീഫ് എന്ന് വെച്ചാൽ എന്തായിരുന്നു അത്? റെസിലിയൻസ് ആൻഡ് ലോജിസ്റ്റിക് ഇന്റർവെൻഷൻ ഫോർ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ എന്നുള്ളതായിരുന്നു എന്ത് ചെയ്യുന്നത്? അതിന് ഫുൾ ഫോം എന്ന് പറയുന്നത് അല്ലെ. റെസിലിയൻസ് ആൻഡ് ലോജിസ്റ്റിക് ഇന്റർവെൻഷൻ ഫോർ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ എന്നുള്ളതായിരുന്നു എന്ത് ചെയ്യുന്നത്? അതിന്റെ പേരെന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പേര്? റിലീഫ് എന്നുള്ളതാണ് അല്ലെ. അടുത്തത് മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും തുക പിടിച്ചെടുക്കുന്ന നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് അല്ലെ. ഏതാണ് സംസ്ഥാനം? അത് നമ്മുടെ സ്വന്തം തെലങ്കാനയാണ്. തെലങ്കാന റേവന്ത് റെഡ്ഡിയാണ് കൊണ്ടുവന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒന്നെങ്കിൽ ഈ പറയുന്ന അവർ എന്താണ് ശമ്പളത്തിൽ നിന്ന് 15% പിടിക്കുക, അല്ലെങ്കിൽ 10,000 രൂപ പിടിച്ചിട്ട് എന്ത് ചെയ്യുക? ആ മാതാപിതാക്കൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ തെലങ്കാനയാണ് ഉത്തരമായിട്ട് വരുന്നത്.
അടുത്തതോ, രാജ്യത്തെ ആദ്യത്തെ നീരുറവ സെൻസസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ കണ്ടെത്തിയ പ്രകൃതിദത്ത നീരുറവകളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. പ്രകൃതിദത്ത നീരുറവകളുടെ എണ്ണം എത്രയായിരിക്കാം? 43,333 എന്നുള്ളതാണ്. 4,3,3,3 എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ പറയുന്ന വാട്ടർ സ്പ്രിങ്സിന്റെ എണ്ണം എടുക്കുന്ന ഒരു സെൻസസ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിന് പുറമെ, കേരളം കൂടാതെ തന്നെ ബീഹാർ, അല്ലെ, ഈ പറയുന്ന ബീഹാർ, കർണാടക, സിക്കിം, കർണാടക, ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സിക്കിം, അതേപോലെ തന്നെ ഈ പറയുന്ന തമിഴ്നാട്, കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലൊക്കെ എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന രീതിയിൽ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നീരുറവകൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? കേരളത്തിലാണ്. ഓക്കെ അല്ലെ? അടുത്ത് നമുക്ക് നോക്കാം, കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി നീന്തൽ താരം ആരാണെന്നുള്ളതാണ്. കോമൺവെൽത്ത് ഗെയിംസിന് എന്താണ് യോഗ്യത നേടിയിട്ടുണ്ടായിരുന്ന മലയാളി താരം ആരാണെന്നുള്ളതാണ്. നീന്തൽ താരം ആരാണെന്നുള്ളതാണ്. ആരായിരിക്കും അദ്ദേഹത്തിന്റെ പേര്? ഈ പറയുന്ന ചുറ്റുപ്രകാശം വരുത്തുന്നവൻ, അല്ലെ, ആരാണത്? സജൻ പ്രകാശ്, അല്ലെ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേരാണ് സജൻ പ്രകാശ്. കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ വേണ്ടി പോകുന്നത് ഗ്ലാസ്ഗോയിലാണ് കേട്ടോ. ഗ്ലാസ്ഗോ എന്ന് പറയുന്നത് നമ്മുടെ സ്കോട്ട്ലൻഡിലാണ്. എവിടെയാണ്? സ്കോട്ട്ലൻഡിലാണ് കേട്ടോ. അടുത്തതായി, ഇൻഡിഗോയുടെ പുതിയ ചീഫ് സ്ട്രാറ്റജി ഓഫീസറായിട്ട് എന്ത് ചെയ്യുന്നത് നിയമിതനാകുന്നത് ആരാണെന്നുള്ളതാണ്. ഇൻഡിഗോയുടെ പുതിയ ചീഫ് സ്ട്രാറ്റജി ഓഫീസറായിട്ട് നിയമിതനാകുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണത്? ആകാശത്തൂടെ പറക്കുന്നവൻ, അല്ലെ, ഈ പറയുന്ന ലോകം കണ്ടവൻ, അലോക് സിംഗ്, അല്ലെ, അദ്ദേഹം ഈ പറയുന്ന എയർ ഇന്ത്യയുടെ ഒക്കെ എന്തായിരുന്നു? എയർ ഇന്ത്യയുടെ ഒക്കെ പഴയ CEO കൂടിയായിരുന്നു. ആരെന്ന് പറയുന്നത്? ഈ അലോക് സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? IPLന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ RCB സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു. RCB സ്വന്തമാക്കണമെങ്കിൽ ചില്ലറ കാശ് പോരാ, അത്യാവശ്യം നല്ല കാശുള്ളവർ, അല്ലെ. പണ്ട് ചോദിക്കുമായിരുന്നു കാശുള്ളവനൊക്കെ ഈ പറഞ്ഞ ടാറ്റയാണോ അതോ ബിർളയാണോ എന്നുള്ളത്, അല്ലെ. അപ്പൊ ടാറ്റ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? അത് നമ്മുടെ ആദിത്യ ബിർള ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആദിത്യ ബിർള ഗ്രൂപ്പ്. ഓക്കെ അല്ലെ? അടുത്തത്, കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിട്ട് നിയമിതയായ ആദ്യ വനിത ആരാണെന്നുള്ളത്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിട്ട് എന്ത് നിയമിതയായിട്ടുണ്ടായിരുന്നത്, ആദ്യ വനിതയായിട്ടുണ്ടായിരുന്ന ആരാണെന്നുള്ളതാണ്. ആരാണ് വരുന്നത്? ഈ പറഞ്ഞ സാറ മുലാലിയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. സാറ മുലാലി പറയുന്ന സാറ മുലാലി എന്ന് പറയുന്നത് 106ാമത് കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ് കേട്ടോ. 106ാമത് കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത് അഭിഷിക്തയാകുന്നത്. ഓക്കെ അല്ലെ? അടുത്തത്, ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് മീറ്റിലെ പോൾ വോൾട്ടിലെ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയ താരം ആരാണെന്നുള്ളതാണ്. പിന്നെയും പോൾ വോൾട്ട്. ഈ പോൾ വോൾട്ടിന്റെ പ്രത്യേകത എന്താണത്? ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് മീറ്റിലെ പോൾ വോൾട്ട് സ്വർണം നേടിയത് ആരാണെന്നുള്ളതാണ്. ആരായിരിക്കും വരുന്നത്? ഓക്കെ, നിങ്ങൾക്ക് അറിയാം, ഈ പറയുന്ന ഒരു കോലെടുത്ത് വന്ന് കുത്തിയാണ് എന്ത് ചെയ്യുന്ന പോൾ വോൾട്ട് ചാടുന്നത്. ഒരു കോലാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ കുത്തിയെടുത്ത് ചാടുന്നത്. അപ്പൊ എന്താണ്? കോല്, ഓർത്തിരിക്കുക, കോല്. ഭരണിക ഇളങ്കോവൻ, ഈ പറയുന്ന ഭരണിക ഇളങ്കോവൻ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഇളം കോല് എന്ന് വെച്ചാൽ ഓർത്തിരിക്കുക, ഇളം കോല് എന്ന് ഓർത്തിരുന്നാൽ മതി. വളയണമെങ്കിൽ ഇളം കോല് വേണം. അല്ലെങ്കിൽ ഈ പറയുന്ന കുത്തിയിട്ട് ഈ പറയുന്ന വളഞ്ഞിട്ടല്ലേ ചാടുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഭരണിക ഇളങ്കോവൻ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവരുടെ പേര്. ഓക്കെ അല്ലെ? ഭരണിക. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം, 2026 മാർച്ചില് ഭീമിന്റെ ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളത്. ഓക്കെ, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ പറയുന്ന ഭീം എന്നറിയപ്പെടുന്ന ആപ്പ് എന്ത് ചെയ്യുന്ന പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പം ഭാരത് ഇന്റർഫേസ് ഫോർ മണി എന്നുള്ളതാണ് ഈ പറഞ്ഞ ഭീം എന്ന് പറയുന്നത്. അപ്പൊ ഭീം ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാൻ ചോദിച്ചാൽ ആരെയായിരിക്കും വരുന്നത്? അത് മറ്റാരെയുമല്ല, MS ധോണിയാണ്, അല്ലെ. ആരെയാണത്? MS ധോണിയാണ്. അടുത്തത്, ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതിയുടെ പേരെന്താണെന്നുള്ളതാണ്. ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതിയുടെ പേര്. ഓക്കെ, അതിനകത്ത് ഹിന്ദിയൊക്കെ കയറി വന്നിട്ടുണ്ട്. പക്ഷെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് വായുബാൺ ആണ്, അല്ലെ. എന്താണ് അതിന്റെ പേര്? വായുബാൺ എന്നുള്ളതാണ്. വായുബാൺ. ഓക്കെ അല്ലേ? അടുത്തത്, 2026 മാർച്ചില് ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം. ഊർജ്ജ അടിയന്തരാവസ്ഥ, അതായത് ഊർജ്ജമില്ലാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു ചെന്നെത്തിയിട്ടുണ്ടായിരുന്ന രാജ്യം. അതായത് ഈ പറയുന്ന ഇറാൻ-ഇസ്രായേൽ സംഘർഷം നടക്കുന്നതോട് ഊർജ്ജം എത്താത്ത രാജ്യം ഏതായിരിക്കും രാജ്യം? രാജ്യത്തിന്റെ പേര് ഫിലിപ്പീൻസ്, അല്ലെ. എന്താണത്? ഫിലിപ്പീൻസ്. അടുത്തത്, ഇവൻ നമ്മവ എന്ന് പറയുന്ന ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഇവൻ നമ്മവ എന്ന് പറയുന്ന ബില്ല് പാസ്സാക്കിയത് ഏതാരാണത്? ഈ പറയുന്ന കർണാടകയാണ് എന്ത് ചെയ്യുന്നത് ഇവൻ നമ്മവ എന്ന് പറയുന്ന എന്താണ് ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായത്. പ്രധാനമായിട്ടും 12ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ബസവണ്ണ എന്ന് പറയുന്ന ഒരു ശൈവൈറ്റ് ലിംഗായത്തുകാരനായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വചനമാണ് ഈ പറയുന്ന ഇവൻ നമ്മവ, അതായത് അവൻ അല്ലെങ്കിൽ അവൾ എന്താണ്? നമ്മുടേതാണ്. അവൻ അല്ലെങ്കിൽ അവൾ എന്താണ്? നമ്മുടേതാണ്.
ഓക്കെ അല്ലേ, നമ്മുടേതാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യം വെക്കുന്നത്. കർണാടക പ്രധാനമായിട്ടും ദ്വിമണ്ഡല സഭയാണുള്ളത്. ഓക്കെ, ദ്വിമണ്ഡല സഭയാണ് എന്ത് ചെയ്യുന്നത് കർണാടകയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ടും എന്ത് ചെയ്യണം, പാസ്സാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ബില്ലായിട്ട് വരികയുള്ളൂ. ഈ ദ്വിമണ്ഡല സഭകളുള്ള സംസ്ഥാനങ്ങൾ ചോദിക്കാവുന്ന ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഓക്കെ, ആന്ധ്രാപ്രദേശ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, UP കാണാൻ വേണ്ടി പറ്റും, ഈ പറയുന്ന നമ്മുടെ കർണാടക എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ദ്വിമണ്ഡല സഭയുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തെലങ്കാന അല്ലെ, തെലങ്കാന പറ്റും. മഹാരാഷ്ട്രയൊക്കെ എന്താണ് പൊതുവെ ഈ പറയുന്നത്, മഹാരാഷ്ട്ര, ബീഹാർ ഒക്കെ എന്താണ് ദ്വിമണ്ഡല സഭയുള്ള സ്ഥലങ്ങളാണ്, ഡൽഹി പറയുന്ന സംസ്ഥാനങ്ങളാണെന്നുള്ളതാണ്. അടുത്തത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. UCC നടപ്പിലാക്കിയത് ഏതായിരിക്കാം? UCC ആദ്യം നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡ് ആണ്. രണ്ടാമത് ഏതായിരിക്കാം പറയുന്നത്? ഗുജറാത്ത് ആണ് അല്ലെ, ഏതാ വരുന്നത്? ഗുജറാത്ത് ആണ്. ഓക്കെ അല്ലെ, ഗുജറാത്ത് ആണ്. ഓക്കെ അല്ലെ, അടുത്ത് നോക്കാം. നിയോഫൈറ്റ് മൊബൈൽ ആപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നിയോഫൈറ്റ് മൊബൈൽ ആപ്പ് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത് പൊതുവെ? നിയോഫൈറ്റ് എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് എന്തിനാ ചോദിച്ചാൽ അത് അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ നിയോഫൈറ്റ് എന്ന് പറയുന്ന എന്താണ് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അധിനിവേശ സസ്യങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നാട്ടിലൊക്കെ ഉള്ളത് കൊണ്ട് അവനെ എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇവാഹേട്ട് LVAD ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയിട്ടുണ്ടെന്ന ആശുപത്രി ഏതാണെന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എം എന്ന് പഠിച്ചു വെച്ചാൽ മതി, അതായത് മദ്രാസ് മെഡിക്കൽ മിഷൻ എന്ന് പഠിച്ചു വെച്ചാൽ മതി അല്ലെ, മദ്രാസ് മെഡിക്കൽ മിഷൻ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇവാഹേട്ട് LVAD ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ആശുപത്രി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? MMM, അതായത് മദ്രാസ് മിഷൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മദ്രാസ് മെഡിക്കൽ മിഷന്റെ കീഴിലുള്ള ആശുപത്രി. പിടികിട്ടിയോ? ഓക്കെ അല്ലെ. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ദൗത്യം ഏതാണ് എന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്കിൽ, ഹോർമൂസ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ എന്താണ് സുരക്ഷ നൽകാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ദൗത്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഊർജ സുരക്ഷ എന്നുള്ളതാണ്. ഓപ്പറേഷൻ OP ഊർജ സുരക്ഷ, OP ഊർജ സുരക്ഷ എന്നുള്ളതാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. OP ഊർജ സുരക്ഷ, അതായത് ഊർജ സംരക്ഷണം. അതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് അത് മുന്നോട്ടേക്ക് പോകുന്നത്, ഊർജ സംരക്ഷണം അല്ലെ. ഈ പറയുന്ന ഇന്ത്യയിലേക്ക് വരുന്ന LPG ആയിക്കോട്ടെ, LNG ആയിക്കോട്ടെ, ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുക, സേഫ് ആയിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്ന് വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ഈ പറയുന്ന സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് പറ്റും, പരിചയപ്പെടാൻ വേണ്ടി പറ്റും. ഒരുപാട് സമയം നിങ്ങൾക്ക് എടുക്കത്തില്ല. കാരണം എനിക്കറിയാം ഒരു ചോദ്യത്തിൽ ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് നേരം കേട്ടിരിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഈ പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാര്യത്തിന് ഒരുപാട് നേരം കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന മടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മടി കൂടാതെ തന്നെ പെട്ടെന്ന് ചോദ്യങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പെട്ടെന്ന് ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളിലൂടെ പെട്ടെന്ന് പോകാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ആഴ്ചകൾ ഈ പറയുന്ന ദിവസങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ പോകുന്നത് തന്നെയാണ് ഈ പറയുന്ന വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം MCQ ടൈപ്പായിട്ട് പോകുന്നത്. കാരണം ഡെയിലി പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും, വീക്കിലി പഠിക്കും, പിന്നെ നമ്മൾ മന്ത്ലി പഠിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഓർത്തെടുക്കാനും പരീക്ഷ ഹാളിൽ എന്ത് ചെയ്യും പറ്റും, പെട്ടെന്ന് എലിമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്താണ് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇതിനകത്തും കുറച്ച് കാര്യങ്ങൾ വേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതും എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ പറയുന്ന അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡെയിലി കറണ്ട് അഫയേഴ്സ് പറയുന്നതുകൊണ്ടാണ് പിന്നെ അത് പറഞ്ഞ് നിങ്ങൾ മുഷിപ്പിക്കാത്തത് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഈ പറയുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സും അതേപോലെ വീക്കിലി എല്ലാം ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ റിവൈസ് ചെയ്യുക. അതേപോലെ MCQs എവിടെ കിട്ടിയാലും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന LDC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മൾ മിഷൻ LDC പറഞ്ഞ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്ന കോഴ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യണം, ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ കോഴ്സിന്റെ ഫെസിലിറ്റീസ് എന്തെല്ലാമാണ്, ഓക്കെ, അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാൻ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും അവിടെ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.